വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. അതുപോലെ കേച്ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളെ, ലയൺസ് മെമ്പേഴ്സ് ഭാരവാഹികളെ, ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് താക്കോൽ ഏറ്റുവാങ്ങിക്കുന്ന കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, കേച്ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ലയൺസ് ക്ലബ്ബുമായി ഇതുപോലൊരു യോജിച്ചൊരു പ്രവർത്തനം നടത്താനായിട്ടുള്ളൊരു അവസരം കിട്ടിയത് എൻ്റെ പ്രിയ സുഹൃത്ത് വിൻസെൻ്റ് ആണ് ഈ ഒരു ആശയം ആദ്യം എന്നോട് സൂചിപ്പിച്ചത്. ഒരു 100 വീടെങ്കിലും ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞായിരുന്നു അതിൻ്റെ ഒരു തുടക്കം. അങ്ങനെ നിങ്ങളുടെ ഗവർണറും മറ്റു ഭാരവാഹികളും ഓഫീസിൽ വന്ന് ചർച്ച ചെയ്തപ്പോൾ തീർച്ചയായിട്ടും 100 വീടുകൾ ഈ ഡിസ്ട്രിക്റ്റ്, ലയൺസിൻ്റെ ഈ ഡിസ്ട്രിക്റ്റ് പൂർത്തീകരിക്കും എന്ന ഉറപ്പോടെ തുടങ്ങി വെച്ചു. അധികം വൈകാതെ തന്നെ 100-ൽ 90 കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ ഈ ഒരു വർഷം തന്നെ 177ഓളം വീടുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ ഗവർണർ ശ്രീ രാജൻ നമ്പൂതിരിയുടെ ആ ഒരു നേതൃത്വ പാഠവുമാണ് എന്ന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിൻ്റെ തെളിവാണല്ലോ അടുത്ത വർഷം അദ്ദേഹത്തെ നിങ്ങൾ തന്നെ ഒരു ഓൾ കേരള ഒരു കോർഡിനേറ്ററാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്തവണ ഈ ഡിസ്ട്രിക്റ്റ് മാത്രമാണെങ്കിൽ ശ്രീ രാജൻ ഉള്ള കാരണം കൊണ്ട് നമുക്ക് ഓൾ കേരള ലെവലിൽ ഇതിനൊന്ന് വിപുലീകരിക്കാം. തീർച്ചയായിട്ടും കേച്ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ അതിന് തയ്യാറാണ്. ഇതിൽ ഏറ്റവും അഭിനന്ദിക്കേണ്ടത് ഞാൻ പറയും നിങ്ങളെയാണ്. കാരണം കേച്ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ ചെറിയൊരു തുകയാണ് ഇതിന് സഹായമായിട്ട് തരുന്നത് ഓരോ വീടുകൾക്കും. ബാക്കിയുള്ള തുക അതാത് ക്ലബ്ബുകൾ കണ്ടെത്തേണ്ടതാണ്. അത് കണ്ടെത്തുന്നു, ആ ബെനിഫിഷ്യറിയെ കണ്ടെത്തുന്നു, അത് നടപ്പിലാക്കുന്നു. അത് ചെറിയൊരു ടാസ്ക് അല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഒരു നല്ല ഒരു അഭിനന്ദനങ്ങൾ. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ ഞാൻ പറയും, നമ്മൾ ഇന്ത്യ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബഹിരാകാശത്തേക്ക് ആളുകളെ വിടുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നമ്മൾ എല്ലാം കൊണ്ട് സൂപ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലെ ഇതുപോലെ ഒരു ഭവനം പോലും ഇല്ലാത്ത എത്രയോ പേരുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അത് മോശമല്ലേ എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ നാട്ടിലെ, ചുരുങ്ങിയ പക്ഷം കേരളത്തിലെ ഭവനരഹിതരായിട്ടുള്ളവർ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു ആശയത്തിൻ്റെ പുറത്താണ് ഇതുപോലൊരു ഭവന പദ്ധതി ഏകദേശം 4-5 വർഷം മുമ്പ് തുടങ്ങി വെച്ചത്. അത് തുടക്കത്തിൽ ചെറിയ തോതിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരത്തെ ഡോക്ടർ ജോർജ് ലീവ് പറഞ്ഞതുപോലെ ധാരാളം വീടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ അതിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ് സഹായിക്കുന്നത്. ബാക്കി തുക നിങ്ങൾ ഓരോരുത്തരുമാണ് കണ്ടെത്തുന്നത്. അതിന് വലിയൊരു അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും ലയൺസ് ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രോജക്റ്റുകൾക്കും എൻ്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഞാനും വേറൊരു സർവീസ് സംഘടന റോട്ടറി ഭാരവാഹി ക്ലബിലെ അംഗമാണ്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് വളരെ കൃത്യമായിട്ട് പോകുന്ന 2 സംഘടനകളാണ് റോട്ടറി ക്ലബ്ബും ലയൺസ് ക്ലബ്ബും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് അർഹതപ്പെട്ട കൈകളിലേക്കാണ് ഇതിൻ്റെ ഗുണം എത്തുന്നത്. ഇന്ന് ഇതുപോലെ നിങ്ങൾക്കിവിടെ വേറെ നിങ്ങളുടെ അവാർഡ് നൈറ്റ് ആണല്ലോ അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലൊരു ചടങ്ങും കൂടി സംഘടിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്ന ശ്രീ രാജൻ നമ്പൂതിരിയെ ഞാൻ ഒരിക്കലും കൂടി അഭിനന്ദിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുന്നു. നന്ദി, നമസ്കാരം.